താങ്ക് യു പാസ്റ്റർ. തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധി നമുക്ക് ആയിരിക്കാം. തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കുന്നു. കർത്താവിൽ പ്രസിദ്ധനായ നാം എല്ലാവരും വളരെ സ്നേഹിക്കുന്ന പ്രിയ പാസ്റ്റർ അനീഷ് ഏലപ്പാറ അവരുകളാണ് നമ്മളോട് ഇന്ന് രാത്രിയിൽ ശുശ്രൂഷിക്കുന്നത്. അദ്ദേഹം നമ്മുടെ ഇടുക്കി സോണലിൻ്റെ ഹൈ റേഞ്ച് സോണലിൻ്റെ ഡയറക്ടർ കൂടെയാണ്. കർത്താവിൻ്റെ ദാസൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. കുമ്പനാട് ഞങ്ങളുടെ സഭയുടെ അംഗം കൂടെയാണ്. കർത്താവിൻ്റെ ദാസനെ തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവസന്നിധി നമുക്കായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. മനോഹരമായ നല്ല ഈ രാത്രിക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ കൺവെൻഷൻ്റെ രണ്ടാമത് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ഈ 12 കീഴിൽ കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുവാനും ഇങ്ങനെ ഒരു അവസരം ദൈവം നമുക്ക് ദാനമായി നൽകി തന്നു. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പന്തലിലുള്ള നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു കൂട്ടം പിതാക്കന്മാർ തുടങ്ങിയ വെച്ച കൺവെൻഷൻ്റെ 100ാമത്തെ ഈ വർഷം നമുക്ക് ഒരുമിച്ച് കൂടാനും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനും കർത്താവിൻ്റെ വചനം പങ്കുവെക്കുവാനും ഒക്കെ ദൈവം നമുക്ക് അവസരം നൽകി. കർത്താവിൻ്റെ എല്ലാ കൃപയ്ക്കുമായിട്ട് സ്തോത്രം. ദൈവത്തിൻ്റെ എല്ലാ സാന്നിധ്യത്തിനുമായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മീറ്റിങ്ങിലായിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും വന്ദനം ചെയ്യുന്ന സ്നേഹത്തോടെ. പ്രത്യേകിച്ച് ഈ രണ്ടാമത് രാത്രി മീറ്റിംഗ് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ലീഡ് ചെയ്യുന്ന ബഹുമാന്യ ദേവദാസൻ പാസ്റ്റർ വൈ ജോസ് അവർ, അദ്ദേഹം പറഞ്ഞതുപോലെ എൻ്റെ ലോക്കൽ സഭയുടെ ശുശ്രൂഷകനാണ്. മാത്രമല്ല ഞങ്ങൾ തമ്മിൽ വളരെ അഭേദ്യമായൊരു ബന്ധം ദൈവം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വന്ദനം അറിയിക്കുന്നു. ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ നിയോഗം അനുസരിച്ച് ദൈവസഭയെ നയിക്കാൻ വേണ്ടിയിട്ട് കർത്താവാക്കിയിരിക്കുന്ന ബഹുമാന്യ നമ്മുടെ സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ സി തോമസ് സാറിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ കഴിഞ്ഞ 6 വർഷങ്ങൾ വളരെ അനുഗ്രഹപ്രദമായ നിലയിൽ ഈ പ്രസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ബഹുമാന്യ ദേവദാസനെ കർത്താവ് സഹായിച്ചു. പ്രത്യേകിച്ച് വലിയൊരു ഭാഗ്യമുള്ളത് ഈ 100ാമത്തെ കൺവെൻഷൻ കോർഡിനേറ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കർത്താവ് കൊടുത്തു. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങിയ കൺവെൻഷൻ്റെ ഈ 100ാമത്തെ വർഷം അദ്ദേഹം കോർഡിനേറ്റ് ചെയ്യണമെന്ന് ദൈവം മുന്നമേ പ്ലാൻ ചെയ്തു. ദൈവത്തിൻ്റെ പദ്ധതി എത്ര ഉന്നതമാണ്! എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ കർത്താവ് കണ്ടു. കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് വന്ദനം സാറിനെ ഞാൻ അറിയിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ ബഹുമാന്യ ദേവദാസന്മാർ, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുന്ന പാസ്റ്റർ വൈ റജി അവർ, അതുപോലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ ഡോക്ടർ ഷിബു കെ മാത്യു അവർ, അതുപോലെ കൗൺസിലിംഗ് സെക്രട്ടറി സ്റ്റേറ്റ് സെക്രട്ടറി നമ്മുടെ പാസ്റ്റർ സജി ജോർജ് അവർ, ജോയിന്റ് സെക്രട്ടറി സാങ്കുട്ടി മാത്യു, അതുപോലെ ട്രഷറർ പാസ്റ്റർ ഫിനി ജോസഫ് അവർ, കർണാടക സ്റ്റേറ്റിന്റെ ഓവർസർ ആയിരിക്കുന്നത് നമ്മളെല്ലാം ക്രിസ്തുവിൽ ബഹുമാനിക്കുന്ന പാസ്റ്റർ കുഞ്ഞപ്പി അവർ, മറ്റ് ഒഫീഷ്യൽസ്, കൗൺസിൽ മെമ്പേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്, സെൻട്രൽ പാസ്റ്റേഴ്സ്, സോണൽ ഡയറക്ടേഴ്സ്, ലോക്കൽ പാസ്റ്റേഴ്സ്, വിശ്വാസികൾ എല്ലാവർക്കുമായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഗാന ശുശ്രൂഷകൾ നിർവഹിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, സ്നേഹിതർ, പ്രിയ ബോബസ്, അതുപോലെ കെ ഡേവിഡ്, മറ്റ് സഹോദരങ്ങൾ എല്ലാവർക്കുമായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവർക്കും വന്ദനം പറയുന്നു. എല്ലാവരും ചേർന്ന കാര്യങ്ങളെ ഉയർത്തി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. എവരിബഡി ആ കാര്യങ്ങളൊന്ന് വീശി കർത്താവിനെ ഒരുമിച്ച് സ്തുതിച്ച് എല്ലാവരും ചേർന്ന പുറകിലൊക്കെ കർത്താവിനെ ഒരുമിച്ച് സ്തുതിച്ചാട്ടെ. സ്തോത്രം. എനിക്ക് മുമ്പ് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന്റെ വചനം പങ്കുവെച്ച ബഹുമാന്യരും ശ്രേഷ്ഠരുമായിട്ടുള്ള 2 ദൈവവൃത്തിന്മാർ പാസ്റ്റർ ജിബു ബേബി അവർ, അതുപോലെ തന്നെ പാസ്റ്റർ ഷിബു സാമുവേൽ അവർ, പ്രത്യേകിച്ച് വന്ദനം അവരെല്ലാവരും അറിയിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു മിനിറ്റ് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഒരു കൊച്ചു മെസ്സേജ് നിങ്ങളോട് പങ്കുവെക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ പ്രാർത്ഥന മുറി നൽകി തന്നിട്ടുണ്ട്. നിങ്ങളുമായിട്ട് അതൊന്ന് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് മുമ്പ് നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം ദൈവത്തിന്റെ സന്നിധിയിൽ നടക്കും. എവരിബഡി ക്ലോസ് യുവർ ഐസ്. ദയവായിട്ട് കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ. ഈ രണ്ടാമത്തെ രാത്രിയിൽ അവിടുത്തെ വലിയ സാന്നിധ്യം കൂടെ ഞങ്ങൾ നിറയ്ക്കണമേ. അവിടുത്തെ ശബ്ദം ഞങ്ങളുടെ കാതുകളിൽ കഴിഞ്ഞ 2 മെസ്സേജുകൾ അങ്ങ് നൽകി തന്നു. ഇന്ന് ഈ അടുത്ത സെക്ഷനിലും ഞങ്ങളോട് എന്തെങ്കിലും അങ്ങേക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ ഞങ്ങളോട് അത് അങ്ങ് സംസാരിക്കണമേ എന്ന് ഒരു നിമിഷം കണ്ണുകൾ ഒന്നടച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വലിയ സാന്നിധ്യത്തിനായി സ്തോത്രം. ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ജനത്തോട് വിശ്വസ്തത കീപ്പ് ചെയ്യുവാൻ കർത്താവിനെ സഹായിക്കും. അങ്ങനെ പ്രാർത്ഥന മുറി നൽകി തന്ന ചിന്തകൾ ഇവരോട് പറയാനുള്ള വിശേഷമായ കൃപ എനിക്ക് തരണമേ. അങ്ങയുടെ വലിയ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ ഒരുപോലെ അലങ്കരിക്കണമേ. അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ നടുവിൽ പകരണം. യേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യൻ അംബാസഡർ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രാരംഭത്തിൽ ഞാൻ വന്ദനം പറയാൻ വിട്ടുപോയി. പ്രത്യേകിച്ച് വന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തീമാണ് ഈ വർഷവും കർത്താവ് നമുക്ക് നൽകി തന്നിട്ടുള്ളത്. സി തോമസ് സാറിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ലഭിക്കപ്പെടുന്ന തീമുകളാണ് നമുക്ക് ഓരോ വർഷവും കിട്ടുന്നത്. ഈ വർഷവും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു നല്ല തീമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സ്വാതന്ത്ര്യം ക്രിസ്തുവിലൂടെ എന്നുള്ളതാണ് തീം. സ്വാതന്ത്ര്യം എന്ന് പറയാൻ ഒരു പക്ഷേ നമുക്ക് പ്രയാസമുണ്ടെങ്കിൽ സിമ്പിളൈസ് ചെയ്ത് വേണേൽ പറയാം, വിടുതൽ ക്രിസ്തുവിലൂടെ. വിടുതൽ ക്രിസ്തുവിലൂടെ. ഫ്രീഡം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യമാണ്, വിടുതലാണ്. അപ്പോൾ വിടുതൽ ക്രിസ്തുവിലൂടെ എന്ന് അതൊന്ന് ഡൈവേർട്ട് ചെയ്താൽ, ഒന്ന് ലളിതമാക്കിയാൽ ഈ മീറ്റിങ്ങുകളൊക്കെ അസാധാരണ മെസ്സേജുകളായിരിക്കും. സ്തോത്രം. അസാധാരണമായ മെസ്സേജുകളായിരിക്കും. സ്തോത്രം. വിടുതൽ ക്രിസ്തുവിലൂടെ ഉള്ളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ഗൗരവമായി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നിരുന്നാലും ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് കർത്താവിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ കർത്താവ് നമ്മളെ ഗൈഡ് ചെയ്യുന്നെങ്കിൽ ആ മേഖല കൂടെ തൊടാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്തോത്രം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്താൻ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതിന്റെ പശ്ചാത്തലം ഒന്ന് പറയാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ശാന്തമായിട്ട് നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി ഈ മെസ്സേജ് കേൾക്കാം. സ്തോത്രം. ഒലിവുമല സന്ദർശനത്തിന് ശേഷം യേശു 8-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗം പഠിക്കുമ്പോൾ അതികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്നു. ദേവാലയത്തിൽ ചെന്നിട്ട് ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുക. 8-ാം അധ്യായം പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട യേശുവിന്റെ ഒരു പ്രസംഗമാണ്. പ്രസംഗത്തിന്റെ ഓഡിയൻസ് 2 ടൈപ്പ് ആൾക്കാരാണ്. 8-ാം അധ്യായത്തിൽ യേശുവിന്റെ ഒരു പ്രസംഗം കേൾക്കുന്നത് 2 ടൈപ്പ് ഓഡിയൻസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് ഓഡിയൻസ് എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. അവർ
യേശുവിനെ വിശ്വസിച്ചിട്ടില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള യഹൂദന്മാരാണ്. ഇപ്പൊ പള്ളിയിൽ വെച്ച് യേശു അധികാലത്ത് പ്രസംഗിക്കുമ്പോൾ യേശുവിന്റെ അടുക്കലേക്ക് പ്രസംഗം കേൾക്കാൻ ഒത്തിരി പേരുണ്ട്. അത് കൂടാതെ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് വന്നു. ലിസൺ ടു മീ. ഈ പരീക്ഷിക്കാൻ വന്നവർ വെറുതെ ഒന്നുമല്ല, അവരെ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. സ്ത്രീയെ കൊണ്ടുവന്നിട്ട് ഓൾഡ് ടെസ്റ്റ്മെന്റിനകത്ത് ഇങ്ങനെ ഒരാളെ കിട്ടിയാൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ വരുന്നത്. സ്തോത്രം. എനിക്ക് അത് കണ്ടപ്പോൾ റയർ ആയിട്ടൊരു സംഭവം തോന്നി. ഈ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ എന്ന് പറയുമ്പോൾ വ്യഭിചാരം ചെയ്യുന്നത് ഒറ്റയ്ക്കല്ലല്ലോ, ഒരാളൂടെ വേണം. വ്യഭിചാരം എന്ന് പറയുന്ന നമ്മുടെ മനസ്സിലെ ചിന്ത, അല്ലെങ്കിൽ നാം ചിന്തിക്കുന്ന ഭാഗത്തിലാണെങ്കിൽ ഒരാൾ കൂടെ വേണം. പക്ഷെ ഇവിടെ രണ്ടുപേരെ കൊണ്ടുവരേണ്ടതിന് പകരം ഒരാളെ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, കൊണ്ടുവന്നുള്ളൂ. ലേവ്യ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇങ്ങനെ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടാൽ രണ്ടുപേരെയും കല്ലെറിഞ്ഞ് കൊല്ലണം. അതവിടുത്തെ ശിക്ഷാ നിയമമാണ്. കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളത് അവിടുത്തെ നിയമമാണ്. രണ്ടുപേരെ കൊല്ലേണ്ടതിന് പകരം ഒരാളെ കൊണ്ടുവന്നു. മറ്റേ പുള്ളിക്കാരനെ ഇവരങ്ങ് വിട്ടു. ഇപ്പൊ ഞാൻ ചിന്തിക്കായിരുന്നു, ഈ പുള്ളി ആരാ, ഇദ്ദേഹം എവിടാ, അവിടെ കൊടുത്തിട്ടില്ലെങ്കിലും ഞാൻ ചിന്തിക്കുന്നത് ഇയാൾ എറിയാനുള്ള കൂട്ടത്തിൽ കാണുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. എറിയുന്ന കൂട്ടത്തിൽ ഇയാൾ ഉണ്ടോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. ഒരുപക്ഷെ അയാൾ കാണും, എറിയാനുള്ള കൂട്ടത്തിൽ ഒരുപക്ഷെ ഇയാൾ കാണും. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, ഇയാൾ കാണണം. സ്തോത്രം. കാണുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ എറിഞ്ഞില്ല, ഒരു ഏറ് പോലും എറിയാതെ ഈ സ്ത്രീയെ യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പൊ ഇവിടുത്തെ പ്രശ്നം കൊല്ലുക അല്ല, എന്നെ യേശുവിനെ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, പരീക്ഷിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ഇങ്ങോട്ട് നോക്കൂ, പരീക്ഷിക്കുക എന്നുള്ളത്. പക്ഷെ കർത്താവ് അവരോട് പ്രതികരിച്ചില്ല. പ്രതികരിച്ചത് ഇത്രയേ ഉള്ളൂ, നിലത്ത് എഴുതിക്കൊണ്ടിരുന്നിട്ട് അവരോട് പറഞ്ഞൊരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് എറിയാൻ അവകാശം തരികയാണ്. പക്ഷെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നിങ്ങൾ പാപമില്ലാത്തവൻ എന്ത് ചെയ്യണം, എറിയണം. പാപമില്ലാത്തവൻ എറിയണം. ഇത് പറഞ്ഞിട്ട് യേശു എഴുതിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ എന്നോട് ഒരാൾ ചോദിച്ചു, വാസ്തു എന്തുവാ യേശു എഴുതിക്കൊണ്ടിരുന്നത്, മണലിൽ എന്തോ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എഴുതിക്കിട്ടത് മൊത്തം വായിച്ചോ? ഇല്ല, എഴുതിക്കിട്ടത് മൊത്തം വായിച്ചിട്ടില്ല. അപ്പോഴാണ് മനസ്സിലാകാത്ത കാര്യം എന്തുവാ എഴുതിയതെന്നുള്ള ചോദ്യം. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു, അത് നിൽക്കട്ടെ, എഴുതിക്കിട്ടത് മൊത്തം വായിച്ച പിന്നെ നമുക്ക് ചിന്തിക്കാം. ഒന്നും പറയാതെ, ലിസൺ ടു മീ, ലിസൺ ടു മീ, പ്ലീസ് ലിസൺ. ഒന്നും പറയാതെ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞിട്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവിടെ വായിക്കുന്ന വാക്യം, മൂത്തവൻ തുടങ്ങി ഇളയവൻ വരെ കല്ലിട്ട് ചെന്ത് ചെയ്തു, പോയി. എനിക്ക് തോന്നി ഏറ്റവും വലിയ മറക്കൽ അതാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. എന്നാന്നറിയാമോ, ഇവര് സമർപ്പിച്ചല്ലോ പാപികളാണെന്ന്. എങ്ങനെ? നിങ്ങൾ വേണ്ടില്ല കേട്ടോ, നിങ്ങൾ വേണ്ടത്തില്ല. മൂത്തവൻ തുടങ്ങി ഇളയവൻ വരെ പറഞ്ഞല്ലോ, സമർപ്പിച്ചല്ലോ പാപികളാണെന്ന്. അപ്പോ ഒരു മാനസാന്തരത്തിന് 1 മണിക്കൂറത്തെ പ്രസംഗത്തിന്റെ ആവശ്യമൊന്നുമില്ല. സ്തോത്രം. മാനസാന്തരം ഉണ്ടാവാന് 35 മെസ്സേജിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഒറ്റ പ്രാവശ്യം സ്വയം ശോധന നടത്തിയാൽ ഒരു മാനസാന്തരം ഉണ്ടാവും. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി കർത്താവിന് സ്തോത്രം. അവിടെ മാനസാന്തരം ഉണ്ടായത് ഒരു പാവമില്ലാത്ത കല്ലെറിയട്ടെ. അപ്പൊ മൂത്തവൻ ചിന്തിച്ച് 80 വയസ്സായിട്ടുണ്ട്, പാവമുണ്ടോ? 80 കൊല്ലത്തെ ലൈഫിനെ കുറിച്ച് ചിന്തിച്ച പുള്ളി പറഞ്ഞു, കല്ല് എടുക്കാൻ പോലുമുള്ള റൈറ്റ്സ് എനിക്ക് എന്തോ, കല്ലെടുക്കാനുള്ള റൈറ്റ്സ് പോലും ഇല്ല. സ്തോത്രം. പിന്നെ ഞാൻ കല്ലെടുത്തോണ്ട് വന്നതിന്റെ കാരണം എന്നാ, ഇതിനു മുമ്പ് ചെയ്ത പാപത്തിൽ എന്നെ പിടിക്കപ്പെടാത്തതുകൊണ്ടാ. എന്നെ ഇതിനു മുമ്പ് പിടിച്ചിരുന്നെങ്കിൽ ഞാൻ എന്നെ തീർന്നു പോയേനെ. എന്നോട് നിങ്ങളുണ്ടോ? പിടിക്കപ്പെടാത്തതുകൊണ്ടാണ് ഞാൻ ഈ കല്ലും കൊണ്ട് നിൽക്കുന്നത്. അവൻ ചിന്തിച്ചോ, കല്ലെന്ന് പറയാനുള്ള റൈറ്റ്സ് പോലും എനിക്കില്ല, ബിക്കോസ് എന്നെ പിടിക്കപ്പെടാത്തത് കൊണ്ടാ. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. അയാൾ ആദ്യം ഇട്ടു. രണ്ടാമത് ചോദിച്ചു 60 വയസ്സായി. അയ്യോ എന്റെ ദൈവമേ ദൈവമേ ദൈവമേ, പുള്ളി അപ്പോഴേ ഇട്ടു. ഇളയവൻ ചിന്തിച്ചു, എനിക്ക് 25 ആയിട്ടുള്ളെങ്കിലും 50 വട്ടം കൊല്ലേണ്ട സമയം കഴിഞ്ഞു. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. ഒന്ന്, മാനസാന്തരപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ 1 മണിക്കൂറത്തെ പ്രസംഗം വേണ്ട, ഒരു സ്വയം ശോധന ഉണ്ടെങ്കിൽ മാനസാന്തരമായി. സ്തോത്രം. സ്തോത്രം. അവര് രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവര് കല്ലിട്ടേച്ച് പോയി. ഓഡിയൻസ് ആണ്, രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഓഡിയൻസ്. 30-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ വരിക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ സംഭവങ്ങൾ പറയാനുണ്ട്. അത് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ചിലപ്പോൾ എനിക്ക് ആവേശം കൂടുമ്പോൾ ഞാൻ എല്ലാം പറയത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. എനിക്ക് പേടിയാ സത്യം പറഞ്ഞാൽ, ഇതിനോട് നിൽക്കൂല. അപ്പൊ ഞാൻ ഏലപ്പാറ സാധുവായൊരു മനുഷ്യൻ. അപ്പൊ അതുകൊണ്ട് എനിക്കിതെല്ലാം ഒന്ന് പറയാനേ നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. പലതും അതിനകത്തുണ്ട്. 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു പ്രസംഗിച്ച മെസ്സേജ് കേട്ടിട്ട് പലരും വിശ്വസിച്ചു. ഹലോ, എന്നോട് നിങ്ങളുണ്ടോ? അതൊക്കെ ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നേ? പലരും വിശ്വസിച്ചു മീൻസ് റിസൾട്ട് ഉള്ള മെസ്സേജ്, റിസൾട്ടുകളുള്ള മെസ്സേജ്, റിസൾട്ടുകളുള്ള യോഗങ്ങൾ. എന്നോട് നിങ്ങളുണ്ടോ? സ്തോത്രം. റിസൾട്ടുകളുള്ള മെസ്സേജ്. അനീഷ് ഏലപ്പാറയുടെ 45 മിനിറ്റത്തെ പ്രസംഗം കൊണ്ട് ഏലപ്പാറ ഉദ്ദേശിക്കുന്നത് അടുത്ത കൺവെൻഷനിലും അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. 45 മിനിറ്റുള്ള എന്റെ പ്രസംഗം കൊണ്ട് എന്റെ ഉദ്ദേശം എനിക്ക് 10 യോഗം കിട്ടുക എന്നുള്ളതാണ്. ഇവിടെ ഓഡിയൻസ് എന്റെ വിഷയമല്ല, ഓഡിയൻസിന്റെ മാനസാന്തരം എന്റെ വിഷയമല്ല. മനസ്സിലാക്കുന്നുണ്ടോ? അവിടെ വചനം പറയുന്നത് മാനസാന്തരത്തിലേക്ക് വന്നെന്നാണ്. റിസൾട്ടുള്ള മീറ്റിംഗുകൾ.
അങ്ങനെയുള്ള മീറ്റിങ്ങുകൾ ഇപ്പോൾ വളരെ കുറവാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എത്രയെത്ര യോഗത്തിൽ ഞങ്ങൾ പ്രസംഗിക്കുന്നറിയാമോ, എത്രയെത്ര സെറ്റപ്പുകളാണെന്നറിയാമോ പണ്ടത്തെ അപേക്ഷിച്ച് മാറിയിട്ടുള്ളത്. പക്ഷെ ജനത്തിന് മാറ്റമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ ഇന്ന് രാത്രി എന്നോട് കൂടെ ചേരാൻ മനസ്സുള്ള എത്രയോ മക്കളുണ്ട്. ഈ 100ാമത്തെ കൺവെൻഷനിൽ എത്തിപ്പെടാവുന്ന സകലമായ ആൾക്കാരും ഒരു 10-15 ലക്ഷം രൂപ വണ്ടിക്കൂലിക്ക് മാത്രം കൊടുത്തിട്ട് ഉന്നതന്മാരായ ദൈവദാസന്മാർ ഈ യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ എന്റെ സഹോദരന്മാരെ, എന്റെ അഭിഷക്തന്മാരെ, ഒരു മാറ്റത്തിന് റെഡിയാകാൻ ഇന്ന് രാത്രി തയ്യാറാകുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അവർ രക്ഷിക്കപ്പെട്ട് ക്രിസ്ത്യൻ ഭാഷയ്ക്ക് എത്ര യോഗത്തിന് പോകുന്ന അച്ഛൻ, റിസൾട്ട് ഉള്ള യോഗങ്ങൾ എത്ര അച്ഛൻ? സ്തോത്രം. എന്നോട് നിങ്ങൾ ഉണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? കരയൊന്ന് പൊക്കിക്കുക നോക്കട്ടെ, ഉണ്ടോ നോക്കട്ടെ. അല്ല അങ്ങനെയല്ല, തലയ്ക്ക് മേളി പൊക്കിക്കുക നോക്കട്ടെ. എല്ലാവരും ഉണ്ടല്ലോ. സ്തോത്രം. അപ്പൊ ഒരു പ്രസംഗ ഓഡിയൻസ് കഴിഞ്ഞു, അവിശ്വാസികൾ. അടുത്ത പ്രസംഗം തുടങ്ങി. തന്നിൽ വിശ്വസിച്ചവർക്കുള്ള മെസ്സേജ്. ഇങ്ങോട്ട് നോക്കിയേ. വിശ്വസിക്കാത്ത ജനത്തോട് പ്രസംഗിച്ചില്ല. പിന്നെ ഇത്രേ പറഞ്ഞുള്ളൂ, പാപമില്ലാത്തവൻ എറിയട്ടെ. അവര് ഗുണപ്പെട്ടു. വിശ്വസിച്ചവരോട് പറഞ്ഞു. എന്തുവാ പറഞ്ഞത്? എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായി നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. നിങ്ങൾ താഴോട്ട് വായിച്ചേ. അവര് പ്രതികരിച്ചു. മറ്റവര് കല്ലിട്ടേച്ച് പോയി. കരഞ്ഞോ കൂവിയോ എന്ന് എനിക്ക് അറിയത്തില്ല. അവരിട്ടേച്ച് പോയി. അവിശ്വാസികൾ വിശ്വസിച്ചവരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകണമെങ്കിൽ വചനത്തിൽ നിൽക്കണം. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും, അറിയുമ്പോൾ സ്വതന്ത്രരാക്കും. അപ്പൊ അവര് പറഞ്ഞു, അതെന്നെ പരിപാടിയാ, ഞങ്ങൾ ആർക്കും അടിമയായിട്ടിരുന്നിട്ടില്ല. അവര് പ്രതികരിക്കാൻ തുടങ്ങി. മനസ്സിലാക്കുന്നുണ്ടോ? മറ്റവര് കരഞ്ഞു, നമ്മൾ പ്രതികരിച്ചു. എന്നോട് നിങ്ങളുണ്ടോ? ഇന്ന് രാത്രി ദൂത് തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്നിപ്പം നമുക്ക് ഈ സമർപ്പിക്കപ്പെടുന്ന മനോഭാവം എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഞാൻ പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല. എനിക്കറിയാം ഞാനിത് വിലപ്പെട്ട ശുശ്രൂഷയായിട്ട് കാണുന്ന ഒരാളാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നല്ല ബോധ്യമുള്ള ആളാണ്. നിങ്ങളെ ചതിക്കാൻ പാടില്ലെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. 10 മിനിറ്റേ കിട്ടിയുള്ളെങ്കിൽ ചതിക്കരുതെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഇവരെ ചതിക്കാതെ എനിക്ക് ഇവരുടെ ആലോചന പറയണം. ഇന്ന് രാത്രി എൻ്റെ സഹോദരന്മാരോട് ഞാൻ ഉള്ളം തുറന്ന് പറയപ്പെടുക, ഹൃദയം തുറന്ന് പറയുക. വിശ്വസിച്ചു എന്നത് സത്യമാണ്. വിശ്വാസം കൊണ്ട് ലഭ്യമാകുന്നത് രക്ഷയാണ്, നിത്യതയല്ല. വിശ്വസിച്ചത് കൊണ്ട് നിനക്ക് രക്ഷ കിട്ടി. പക്ഷേ നിത്യത കിട്ടുന്നത് രക്ഷ വിശ്വാസം കൊണ്ട് മാത്രമല്ല, പിന്നെ അത് ദൈവവചനത്തിന്റെ പ്രമാണം കൊണ്ട് മാത്രമാണ്. അത് പാലിക്കുന്നത് കൊണ്ടാണ്. അല്ലാത്തവർ ഒറ്റൊരുത്തരും ദൈവരാജ്യം കാണുകയില്ല. എന്നോട് നിങ്ങളുണ്ടോ? എത്ര പേർ എന്നോട് നോക്കട്ടെ, കാണട്ടെ. സ്തോത്രം. ഇല്ലെന്ന് ദൈവരാജ്യ പ്രവേശനത്തിന് ഒരു ആനുകൂല്യം ഇയാളെ പറക്കില്ല. ഇല്ലെന്ന് സ്വർഗരാജ്യ പ്രവേശനത്തിന് പിൻവാതിൽ നിയമനമില്ല. പിൻവാതിൽ എന്തിനാണ്? സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യകതയാ പറയാൻ പോകുന്നത്. അതിലേക്ക് നമ്മൾ വരും. തന്ന സമയത്ത് നമ്മൾ നിർത്തുകയും ചെയ്യും. പക്ഷെ ഗൗരവമായ ചില കാര്യങ്ങൾ പറയാനുണ്ട്. സ്വത്രം. ദൈവരാജ്യ പ്രവേശനത്തിന് പിൻവാതിൽ നിയമനമില്ല. ഇത് പിൻവാതിൽ നിയമനം വെക്കാൻ അമ്മാച്ചന്റെ സ്ഥലമല്ല സ്വർഗരാജ്യം. അത് ദൈവത്തിന്റെ പാർപ്പിടമാണ്. ഇന്ന് രാത്രി വചനം പ്രമാണിക്കുന്നില്ലെങ്കിൽ അതിൽ നിൽക്കാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ വിശ്വസിച്ചവരോട് പറയുകയാണ്, വിശ്വാസം മാത്രം പോരാ, വചനം എന്ത് ചെയ്യണം? ഹലോ, പ്രമാണിക്കണം. എന്റെ കാര്യം ഞാൻ പറയാം. എനിക്ക് പ്രമാണിക്കുന്നില്ല, പ്രസംഗമേ ഉള്ളൂ. ഞാൻ ഈ ദശാംശത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് ഞാൻ കൊടുക്കാനല്ല, എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ആരാധനയെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ ആരാധിക്കാനല്ലോ, ഞാൻ ആരാധിപ്പിക്കാനല്ലേ. അല്ല, ഞാൻ ആരാധനയെ കുറിച്ച് പറയുന്നു, ഞാൻ നൃത്തം ചോക്കാനല്ലെന്ന്, ഞാൻ ഗ്ലോറി പറയാനല്ലെന്ന്, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാ. ഇത് എന്നെ തൊടുന്നില്ല. മനസ്സിലായോ? കർത്താവിനെ ഇത് രാത്രി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദൂതിന്റെ ആഴങ്ങൾ ഇന്ന് രാത്രി തിരിച്ചറിയുന്നെങ്കിൽ ജനം ഒരുപോലെ സ്തോത്രം ചെയ്യണം. അലറി കരഞ്ഞെങ്കിൽ മാത്രമേ ഈ രാത്രി മടങ്ങിയവരിലേക്ക് നടക്കത്തുള്ളൂ. തിരിച്ചറിയുന്നവർക്കായി കർത്താവിന് സ്തോത്രം. തമ്പുരാൻ പറയാണ്, വിശ്വാസം മാത്രം പോരാ, പിന്നെ അതെന്തോ ചെയ്യണം? പ്രമാണിക്കുക കൂടെ വേണം. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അങ്ങനെ ഇരുന്നോട്ടെ. സ്തോത്രം. ഞാന് പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. ഇത് എന്നെ സ്പർശിക്കപ്പെടുന്നില്ല, ഇത് എന്നിലേക്ക് വരുന്നില്ല. എന്നോട് നിങ്ങളുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഈ 100ാമത്തെ കൺവെൻഷൻ ശിവ പാസ്റ്റർ പറഞ്ഞു, ഓരോ 100 വർഷം കഴിയുമ്പോഴും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ 100ാമത്തെ വർഷം കേരള പെന്തിക്കോസ്തിന്റെ ചർച്ച് ഓഫ് ഗോഡ് സഭകൾക്ക് ആഗമനമായ ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര അഭിഷക്തന്മാരുണ്ട്? ആ കാര്യമെന്ന് അടിച്ചേ ശക്തിയോടെ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചേ. 2 മിനിറ്റുകൾ കരമൊന്ന് അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. നിങ്ങൾ അന്യഭാഷ പറയുന്നെങ്കിൽ അത് നിങ്ങളുടെ ചെവിയിൽ കേൾക്കട്ടെ. നിങ്ങൾ കരമടിക്കുന്നെങ്കിൽ അതിന്റെ ശബ്ദം നിങ്ങളുടെ ചെവിയിൽ കേൾക്കട്ടെ. അടുത്തിരിക്കുന്ന ആൾ കേൾക്കട്ടെ, നിന്റെ ചെവിയിൽ കേൾക്കട്ടെ. ഇത് എത്രാമത്തെ സെക്ഷനായത്? ഈ രാത്രിയിൽ ഒരു വലിയ ദൈവകരം നമ്മളകത്തൊന്ന് വ്യാപരിക്കട്ടെ.
ഇത് തെളിവില്ലാത്തൊരു ഭാഷയല്ല കേട്ടോ, ഇത് തെളിവുള്ള ഭാഷയാണ്. ഇതിന് ശരിക്ക് തെളിവുണ്ട്, അർത്ഥമുള്ള ഭാഷയാണ്. എന്തെങ്കിലും പറഞ്ഞിരിക്കാതെ കണ്ണ് നടച്ചേ, ആ കണ്ണ് ഇറുക്കിയോ നടച്ചേ, ആ കരമ നടിച്ചേ. ഇന്ന് രാത്രി ദൈവത്തെ ശ്രദ്ധിച്ചേ. ശക്തിയോടെ കരം പിടിച്ച് കർത്താവിനെ ഒരുമിച്ച് ഒന്ന് ആരാധിച്ചാട്ടെ. ഈ രാത്രി വലിയ അഭിഷേകത്തിന്റെ ശക്തി ഇതിനകത്തൊന്ന് വ്യാപരിക്കപ്പെടട്ടെ. എല്ലാവരും ചേർന്ന് ശക്തിയോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ വിശ്വാസം മാത്രം പോരാ, അത് പ്രമാണിക്കുക കൂടെ എന്ത് ചെയ്യണം? അത് ഓക്കെ, ഒരു ശരി, ആയിക്കോട്ടെ, ഓക്കെ. പിന്നെ പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുകയും അത് നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇത് ആരോടാ പറഞ്ഞ? വിശ്വാസികളോട്, വിശ്വസിച്ചവരോട്. എങ്ങനെ എങ്ങനെ നമ്മുടെ നാട് ബന്ധുക്കോസുകാരോടാ പറഞ്ഞ് യേശുവിന്റെ മെസ്സേജ് കേട്ട് വിശ്വസിച്ച ആൾക്കാരോട് പറയാണ്, നിങ്ങൾ സത്യം അറിയുകയും നിങ്ങൾ സത്യം എന്ത് ചെയ്യും? സ്വതന്ത്രരാക്കുകയും ചെയ്യും. അവർ പറഞ്ഞു, ഞങ്ങൾ പണ്ട് സ്വതന്ത്രരായതാണല്ലോ, രക്ഷിക്കപ്പെട്ടപ്പോ ഞങ്ങളാണല്ലോ, ആന്നു. പക്ഷെ ഇപ്പോഴും ആകണം. എന്താ? അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുതെന്ന് പറയാൻ കാരണം എന്നാ? സാധ്യത ഉള്ളതുകൊണ്ടല്ലയോ? ആണെന്നോ അല്ലെന്നോ? ആന്നു. കുടുങ്ങാൻ സാധ്യതയുണ്ട്. വിഷമം തോന്നല്ലേ? ഈ വിസിറ്റിംഗ് പാസ്റ്റർമാരാണ് ഞങ്ങളെ. ലോക്കൽ ചർച്ച ഉണ്ടെങ്കിലും കൂടുതൽ ചർച്ചകളിൽ വിസിറ്റ് ചെയ്ത് പ്രസംഗിക്കുന്ന ശുശ്രൂഷകന്മാരാണ് ഞങ്ങൾ. എവിടെയെങ്കിലും ചെന്നൊരു പാട്ട് കേട്ടാൽ ആദ്യത്തെ പാട്ട് കേൾക്കുമ്പോൾ സഭയുടെ തലമറിയാം, പാടുന്ന അമ്മാമ്മയുടെ തലമറിയാം, ആ വായിക്കുന്ന അച്ചായുടെ തലമറിയാം. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. എന്നോ വിടുതൽ പ്രാപിച്ച വിഷയത്തിനകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പലരും ഇന്ന് രാത്രി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് തിരിച്ചറിയാൻ മനസ്സുള്ള എത്ര ദൈവമക്കളുണ്ട് ഇതിനകത്ത്? രക്തത്താൽ ചെയ്യാം. ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തു കേട്ടോ. ഇന്ന് രാത്രി ചില മേഖലകളിൽ ദൈവത്തിന്റെ കരമിറങ്ങും, അതിനകത്ത് യാതൊരു സംശയമില്ല. യെസ്, അഭിഷേകത്തിനെ നിന്റെ ജീവിതത്തിനകത്ത് ചില വ്യത്യസ്തമായ വഴികൾ ഇന്ന് രാത്രി തമ്പുരാൻ തുറക്കുന്ന ദിവസമാണ്. മെസ്സേജ് പറയുന്നുണ്ട്, സത്യമാണ്. ആരാധിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. സ്തോത്രം പറയുന്നു എന്നത് സത്യമാണ്. പക്ഷേ നിന്നെ വിട്ടുമാറിയ പലതും നിന്നെ അടിമപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ ഈ ഒന്നാമത്തെ രാത്രി, രണ്ടാമത്തെ രാത്രിയിൽ ഒരു അഭിഷേകത്തോടെ അതിൽ നിന്ന് പുറത്തു വരാൻ സ്തോത്രം പറഞ്ഞേ. കരമുയർത്തി ഹല്ലേലൂയ പറ. പണ്ടത്തെ പോലെ ആത്മബലം വെളിപ്പെടുന്നില്ല. പണ്ടത്തെ പോലെ മെസ്സേജിനകത്ത് അഭിഷേകം കത്തുന്നില്ല. ആരാധനയിൽ ദൈവ സാന്നിധ്യം ബോധ്യമില്ല. ലിസൺ ടു മീ പ്ലീസ്. ദൈവ സാന്നിധ്യ ബോധ്യം ഉണ്ടാകുന്നില്ല. പാട്ടുണ്ടോ? യെസ്. കീബോർഡ് ഉണ്ട്. അതിന് താളെ ഇടുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, ദൈവ സാന്നിധ്യം ഫീൽ ചെയ്യുന്നില്ല. അതെനിക്ക് അറിയാൻ പറ്റുന്നില്ല, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. ആരാധന ഉണ്ടെങ്കിൽ വിടുതൽ അനുഭവിക്കാൻ പറ്റുന്നില്ല. എന്നോട് നിങ്ങളുണ്ടോ? രോഗബന്ധനത്തിൽ അല്ലാത്ത പലതരത്തിലെ ശത്രുവിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന പലരോടും ഇന്ന് രാത്രി തമ്പുരാൻ സംസാരിക്കുന്നു. നിന്നെ സ്വതന്ത്രമാക്കാൻ എന്റെ തമ്പുരാൻ ഈ രാത്രി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു പരിധിക്ക് അപ്പുറം കൈയടിച്ചാൽ അടുത്ത ആൾ ശ്രദ്ധിക്കുമെന്നൊരു ഭയം ഉള്ളിൽ കാണും. ഈ ഡോൺ വറി. സ്തോത്രം. നമുക്ക് വേണ്ടത് നമ്മുടെ ജയമാണ്. ഒരു പരിധിക്കപ്പുറം കൈയടിച്ച് ഹല്ലേലൂയ പറഞ്ഞാൽ ഒരു പക്ഷേ അടുത്തിരിക്കുന്ന ആളോർക്ക് ഞാൻ ബന്ധനത്തിലാണെന്ന്, എന്നാൽ പിന്നെ വേണ്ടെന്നിരിക്കരുത് സ്നേഹിത, അല്ലെന്ന്. ഇതൊരു ലോങ് പ്രോസസ്സിംഗ് ആയി കൺവെൻഷൻ. ഇതിനകത്ത് 40 മെസ്സേജുകളുണ്ട്. ഒറ്റയാളല്ല ഈ വിഷയം തീം തീർക്കുന്നത്, എല്ലാവരും ചേർന്ന. ഞായറാഴ്ച സഭായോഗത്തിന് ലാസ്റ്റ് മെസ്സേജ് CC തോമസ് അത് പറയുമ്പോഴാണ് ഈ തീം അവസാനിപ്പിക്കുന്നത്. ഇതിനകത്തുള്ള എന്റെ കോൺട്രിബ്യൂഷനായി ഇത് കഴിഞ്ഞ് പറയുന്ന ആൾ ഇത് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ യോഗത്തിൽ ഇത് ചെയ്യണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ചെയ്യാൻ ദൈവവിശ്വസ്തന. ഒറ്റ കാര്യമാണ് വേണ്ടത്, നിന്റെ സമർപ്പണമാണ്. സ്തോത്രം. അവര് പറഞ്ഞു ഞങ്ങൾ ആർക്കും അടിമകളായിട്ട്. ഹലോ, വന്നേ. അത് പറയുമ്പോ റോമൻ സാമ്രാജ്യത്തിന്റെ യേശുവിനെ ക്രൂശിക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയതിന്റെ കാരണം തന്നെ നിങ്ങൾ ചെയ്തോ? ഒരു ഞങ്ങൾക്ക് അതോറിറ്റി ഇല്ല, ക്രൂശിക്കാൻ പറ്റത്തില്ല, അധികാരം അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ അടിമത്തത്തിൽ കിടക്കുമ്പോൾ ഞങ്ങളാക്കും അടിമകൾ. ഹലോ, നിങ്ങൾ മിണ്ടുന്നില്ല കേട്ടോ. നിങ്ങൾ മിണ്ടുന്നില്ലെന്ന് ഓർത്ത് ഞാൻ നിർത്തിയിട്ട് പോകത്തൊന്നുമില്ല. സ്തോത്രം. ഞാൻ ഈ കൺവെൻഷനിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പ്രസംഗിക്കുന്നുണ്ടെങ്കിലും എന്നോട് ഇന്ന് തമ്പുരാൻ പറഞ്ഞു, നീ ശാന്തമായിട്ട് നിന്നാൽ മതി. തമ്പുരാൻ അങ്ങ് പറഞ്ഞു. ഞാൻ ആ വിഷയത്തിനകത്തൊരു കൺസേൺ ഉണ്ടായിരുന്നു. ലാസ്റ്റ് മെസ്സേജ് അല്ലയോ? അപ്പോൾ അതിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടാകണം, ജനം കത്തണം. അതാണല്ലോ നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പം ഞാനിന്ന് രാവിലെ എൻ്റെ വൈഫിനോട് ചോദിച്ചു, എടി ഇങ്ങനെ ഒരു നിയോഗം ദൈവം തരുന്നു, എന്തോ ചെയ്യണം? ദൈവം പറഞ്ഞത് ചെയ്യാട്ടെ.
അപ്പൊ അമ്മച്ചോട് ചോദിച്ചു, അമ്മ ശാന്തമായിട്ട് പറയാനൊരു നിയോഗം തമ്പുരാൻ തരുന്നേ, എന്തോ ചെയ്യണം? അമ്മ ചോദിച്ചാൽ ദൈവം പറയുന്ന പോലെ ചെയ്യണം. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളെ കത്തൽ എന്റെ വിഷയമല്ല. മാനസാന്തരപ്പെട്ട് പാപത്തിന്റെ കെട്ടിൽ നിന്നും വിടുതൽ പ്രാപിച്ചെങ്കിൽ മാത്രമേ നിത്യരക്ഷ കരസ്ഥമാക്കാൻ കഴിയത്തുള്ളൂ. അതാരായാലും. അതെന്നാ പാസ്റ്റർ അതങ്ങനെ ആരായാലും എന്ന് പറഞ്ഞത്? അബ്രഹാമിന്റെ സന്തതി ആയാലും. അബ്രഹാമിന്റെ സന്തതി അല്ലയോ വലിയ സന്തതി, അതുകൊണ്ടല്ലയോ അവരുടെ അഭിമാനം. സത്യം നിങ്ങൾ അറിയുകയും സത്യം സ്വന്തരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആർക്കും അടിമകളായിട്ടില്ല. ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി. അബ്രഹാമിന്റെ സന്തതിയാണ്. അബ്രഹാമിന്റെ സന്തതിയാണ്. ഞാൻ ഏത് അബ്രഹാമിന്റെ? ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ. യേശു പറഞ്ഞ അല്ല, പുള്ളി എനിക്ക് അറിയാമല്ലോ, ആ അബ്രഹാമിനെ എനിക്ക് അറിയാമല്ലോ. അവർ ചോദിച്ചു, അതെന്താ അങ്ങനെ പറയുന്നു? അല്ല, ആ അബ്രഹാം ആരെയും കൊല്ലാൻ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആ അബ്രഹാം ആരെയും കൊല്ലാൻ വന്നിട്ടില്ല, അയാൾ ആരെയും കൊന്നിട്ടുമില്ല. പക്ഷെ നിങ്ങൾ എന്നെ കൊല്ലാൻ വരുന്നു. അപ്പൊ ഏത് അബ്രഹാമിന്റെ കാര്യമായി പറയുന്നത്? ഈ മറ്റേ ഊരുവിട്ട ആളിന്റെ കാര്യമാണോ? അയാളെ എനിക്കറിയാമെന്ന്. അയാൾ കൊല്ലാൻ പോയിട്ടില്ലെന്ന്, അയാൾ ക്രൂശിക്കാൻ പോയിട്ടില്ലെന്ന്, അയാൾ യാഗം നടത്തിയ ആളാണ്. അയാളെ എനിക്കറിയാം. നിങ്ങളുടെ അപ്പൻ അബ്രഹാം എന്ന് പറയുമ്പോൾ ആരാ? ഞാൻ അറിയാത്ത ഏതോ പറഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലായ അബ്രഹാം അല്ല, ഇവർ പിശാശ് എന്ന പിതാവിന്റെ സ്തോത്രം. എങ്ങനെ തമ്പുരാൻ കണ്ടുപിടിച്ചെന്നറിയാം? എന്നോട് നിങ്ങൾ വരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെ തമ്പുരാൻ കണ്ടുപിടിച്ചേ? പ്രവൃത്തി. കൊല്ലാൻ വരുവാ. അപ്പൊ കൊല്ലുന്ന ആളാരാ? സാത്താൻ. അപ്പൊ സാത്താന്റെ മകൻ. അടിക്കാൻ വരുവാ. അടിക്കുന്ന ആളാരാ? സാത്താൻ. അപ്പൊ സാത്താന്റെ മകൻ. നിന്റെ സ്വഭാവമാണ് നിന്റെ അപ്പനെ വെളിപ്പെടുത്തുന്നത്. തിരിച്ചറിയുന്നവർക്കായി കർത്താവിന് സ്തോത്രം. നീ ആരാന്ന് വെളിപ്പെടുന്നത് നിന്റെ പിതാവാരാന്ന് അറിയുന്നത് നിന്റെ പ്രവൃത്തി കണ്ടോണ്ടാ. നീ എന്ത് ചെയ്യുന്നു അതാ നിന്റെ അപ്പന്റെ സ്വഭാവം. രക്ഷിക്കപ്പെട്ടവനാണോ, വീണ്ടെടുക്കപ്പെട്ടവനാണോ, യേശുവാണോ നിന്റെ അപ്പൻ? നേച്ചർ മാറാൻ തുടങ്ങും. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ആ കരമൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. സ്തോത്രം. ഇവരെന്നെ കൊല്ലാൻ വരുന്നത് കണ്ടപ്പോൾ യേശു പറയില്ല, അയാളെ എനിക്കറിയാം, ഇത് വേറെ അപ്പനാ. പഠിച്ചു വന്നപ്പോൾ താഴെ പറയുന്നുണ്ട്, നിങ്ങൾ പിശാശ് എന്ന പിതാവിന്റെ മക്കൾ. അബ്രഹാമിന്റെ അല്ല. അയാളെ കൊല്ലാൻ വന്നില്ല. അയാളെ എനിക്കറിയാം, അയാളുടെ ഭാര്യ എനിക്കറിയാം, അയാളുടെ മകനെ എനിക്കറിയാം. നിങ്ങളെ പക്ഷെ എനിക്ക് വലിയ പരിചയമില്ല, കാരണം നിങ്ങളുടെ കത്ത് നേച്ചർ വേറെയാ. എന്റെ കൂടെ നിങ്ങൾ വന്നേ, ഇത് ആരുടെ കാര്യമാണ് പറയുന്നത്? വിശ്വസിച്ചവരുടെ കാര്യം അല്ലേ അച്ഛാ? തന്നിൽ വിശ്വസിച്ചവരുടെ കാര്യമാ പറയുന്നേ. നിങ്ങൾ എന്നോട് വരുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. സ്തോത്രം. ഇനി നോക്കൂ, അടുത്ത ഭാഗത്തേക്ക് വരാം. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് അവർ പറയാണ്, അവർ അവനോട്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായി തീർന്നിട്ടില്ല, പിന്നെ നിങ്ങൾ സ്വതന്ത്രരാകും എന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത ഭാഗം നോക്കിയോണേ. സ്തോത്രം. അതിന് യേശു, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം. എന്നോട് നിങ്ങൾ വരണേ, പ്ലീസ്. പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസന്മാരാണെങ്കിൽ ഞാൻ ദൈവത്തിന്റെ ദാസനാണോ എന്ന വിഷയത്തിൽ എനിക്കൊരു സംശയം ഉണ്ടോ എന്നൊരു സംശയം. അല്ല, എന്നോട് നിങ്ങൾ വന്നേ പറ്റത്തുള്ളൂ. ഞാൻ ഈ പറയുന്ന റൂട്ടിലോട്ട് വന്നേ പറ്റത്തുള്ളൂ. എന്റെ പ്രസംഗത്തിന് മാർക്കിടാൻ വരട്ടെ. 0 ഇട്ടോ, എനിക്ക് പ്രശ്നമില്ല. 0 വട്ട 0 ഇട്ടോ, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ആ വാക്യം നിങ്ങൾ കേട്ടോ. പാപം ചെയ്യുന്ന ആള് മൊത്തം പാപത്തിന്റെ ദാസനാണെങ്കിൽ അതാ ചിരിച്ച് കളിച്ചിറങ്ങി പോകരുത്. നോ. ഈ കൺവെൻഷനിൽ പുട്ടും കഴിച്ച് സന്തോഷിച്ച് മൊബൈൽ നമ്പരും മാറി കാസറ്റും മേടിച്ച് പാഠ്യപുസ്തകം മേടിച്ച് ബായ് പറഞ്ഞ് അടുത്ത മാറ്റത്തിനുള്ള ക്രമീകരണം ഒപ്പിച്ച് ചിരിച്ച് കളിച്ച് പോകരുത്. ഇന്ന് രാത്രി ഒരു സ്വയം ശോധനയ്ക്ക് വരണം. നീ ആരുടെ ദാസൻ? നിന്നെ വിശ്വസ്തനെന്നെണ്ണി, എന്നെ വിശ്വസ്തനെന്നെണ്ണി, എന്നെ ശുശ്രൂഷയ്ക്കാക്കിയിട്ട് ആ ദൈവത്തിന്റെ ദാസൻ എന്ന പദ്ധതി വിട്ടേച്ച് എന്തൊക്കെയോ ഞാൻ കാട്ടിക്കൂട്ടുന്നെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വരണമെന്ന് തമ്പുരാൻ ഈ ജനത്തോട് തൂത് പറയുന്നു. മനസ്സുണ്ടെങ്കിൽ ആ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ മതി. പാപത്തിന്റെ ദാസൻ, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ ദാസൻ. സ്തോത്രം. ഇനി അടുത്ത വാക്യം കുറച്ചുകൂടെ അത്ഭുതമാണ്. അടുത്ത വാക്യം കുറച്ചുകൂടെ ഗൗരവമാണ്. ദാസൻ എന്നേക്കും വീട്ടിലില്ല, പുത്രനെ വീട്ടിലുള്ളൂ. അപ്പൊ ഈ പാപത്തിന്റെ പ്രശ്നം നോക്കിയാണേ, പാപത്തിന്റെ ദാസനാണ്, പിന്നെ താമസം വീട്ടിലില്ല. വീടെന്ന് പറയുമ്പോൾ ഏത് വീടാ? നമ്മൾ വെച്ച 2000 സ്ക്വയർ ഫീറ്റിന്റെ വീടാണോ? സ്വാതന്ത്ര്യം വേണം. എന്നാ നിത്യത പോണോ? അവിടെ പറഞ്ഞേക്കുന്നതാ നിത്യതയെ കുറിച്ചാ. ദാസൻ വീടില്ല, ഔട്ട്. പുത്രനെ വീടുള്ളൂ.
അങ്ങനെയെങ്കിൽ നാം പ്രസന്റ് സ്റ്റാറ്റസ് മനസ്സിലാക്കി കുറവുകൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറഞ്ഞിട്ട് പുത്രനായി മാറണം, അല്ലെങ്കിൽ സ്വർഗരാജ്യം. നിങ്ങൾ മിണ്ടുന്നില്ല കേട്ടോ, നിങ്ങൾ മിണ്ടുന്നില്ല. സ്തോത്രം. അപകടകരമായ തലത്തിലാണ് നമ്മുടെ നിപ്പേ. നമ്മൾ അറിയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ഭയങ്കര ഡേഞ്ചർ സോണിലാണ് നമ്മുടെ നിപ്പ. ചർച്ച ബോർഡ് മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ ചിന്തിക്കരുത്. ഇല്ല, 5 കാര്യമേ നടക്കൂ. ചർച്ച ബോർഡിനകത്ത് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ 5 കാര്യങ്ങളേ നടക്കൂ. 1, ശിശുക്കൾ ഉണ്ടായാൽ ഞങ്ങൾ പ്രതിഷ്ഠിക്കും, അത്രേ ഉള്ളൂ. 2, സ്നാനം വേണം, കുഞ്ഞുങ്ങൾ ഞങ്ങൾ സ്നാനപ്പെടുത്തും. മെമ്പർഷിപ്പ് കൊണ്ടുള്ള ഗുണം അതൊക്കെ ഉള്ളൂ. 3, കല്യാണം നടത്തണോ, ഞങ്ങൾ നടത്തും. ഹൗസ് വാങ്ങി നടത്തണോ, ഞങ്ങൾ നടത്തും. അടക്കം വേണോ, 5 കൂട്ടം കാര്യത്തിന് മെമ്പർഷിപ്പ്. സ്വർഗത്തിൽ പോണോ, നീ തന്നെ പോണം. സാറിനെ ഞാൻ ബഹുമാനിക്കുന്നതാണ്. CC തോമസ് സാറിനെ ഞാൻ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്നതാണ്. അസാധാരണ വ്യൂ, ഭയങ്കര തോട്ടുള്ളൊരു അഭിഷക്തനാണ് നമ്മുടെ സ്റ്റേറ്റ് ഓവർസി. ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് പറഞ്ഞത്, ഗ്ലോബലി തിങ്ക് ചെയ്തിട്ട് ലോക്കലിൽ അപ്ലൈ ചെയ്യുന്ന ആളാ. സ്തോത്രം. അമേരിക്ക ചെന്ന് അവിടുത്തെ സിസ്റ്റം മൊത്തം മനസ്സിലാക്കിയിട്ട് നമ്മളെ മുളക്കുഴ അപ്ലൈ ചെയ്യും. അതിന്റെ ഭംഗിയാണ് നാം കാണുന്ന മുളക്കുഴ ഗാർഡനും മുളക്കുഴ ഓഫീസും. എന്നാ ലൂക്ക, അമേരിക്കൻ ലുക്ക അത്. സ്തോത്രം. കാരണം എന്താ, അവിടെ കണ്ടേച്ച് ലോക്കലെ അപ്ലൈ ചെയ്യും. അസാധാരണമായ ബുദ്ധിപ്രഭാവമുള്ള ഒരു അഭിഷക്തനാണ് അദ്ദേഹം. ചെയ്യുന്ന ഒത്തിരി കാര്യം നമുക്ക് സന്തോഷകരമാണ്. യെസ്, പക്ഷേ സ്വർഗരാജ്യ പ്രവേശനത്തിന് സാർ നമ്മളെ കൊണ്ടുപോകത്തില്ല. സ്തോത്രം. അയ്യോ അങ്ങനെ എന്നാ നമ്മൾ രക്ഷപ്പെട്ടാரு സാറ് ശരിയില്ല ജാഗോ പറ്റത്തില്ല. പൈറജി പാസ്റ്റർക്ക് പറ്റത്തില്ല, PCJM പാസ്റ്റർക്ക് പറ്റത്തില്ല, എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. കുഞ്ഞപ്പി പാസ്റ്റർക്ക് പറ്റത്തില്ലെന്ന് ഇല്ല, പറ്റത്തില്ല. അവരുടെ കാര്യമേ ഉള്ളൂ. അവർ ചെല്ലും, അവരുടെ കെയറപ്പിൽ നമുക്ക് പോകാൻ പറ്റില്ല. ഏലപ്പാറ ഈ ചർച്ച കോറിന്റെ ഒരു സാധാരണ ശുശ്രൂഷകൻ എന്ന നിലയിൽ എന്റെ സഹോദരങ്ങളോട് ബഹുമാന്യരും ശ്രേഷ്ഠരുമായിട്ടുള്ള ദൈവദാസന്മാരോട് ദൈവജനത്തോട് ഇന്ന് രാത്രി കരം കൂപ്പി പറയുക, സ്വർഗരാജ്യ പ്രവേശനമാണ് നിന്റെ പ്രതീക്ഷയെങ്കിൽ ഈ രാത്രി മടങ്ങി വന്നേ പറ്റത്തുള്ളൂ. സ്തോത്രം. പുത്രൻ സ്വാതന്ത്ര്യം അവിടെ പറയുന്ന കാര്യങ്ങൾ. പുത്രനോ എന്നേക്കും വസിക്കും, ദാസൻ വസിക്കത്തില്ല. പാപത്തിന്റെ ദാസനില്ല. പുത്രനെ അവിടെ വീട്ടിൽ എന്ത് ചെയ്യൂ, വസിക്കൂ. അപ്പൊ എന്റെ ചോദ്യം, ഇങ്ങോട്ട് നോക്ക്, ക്ലോസ് ചെയ്യാൻ പോകും സമയം പോകും. എങ്ങനെയാ ദാസൻ പുത്രനാകുന്നേ? അവിടെ ആ യേശുവിന്റെ പ്രസക്തി എന്താ? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒറ്റ കാര്യമുള്ളൂ കേട്ടോ, കർത്താവിനെ സ്നേഹിച്ചിട്ട് കർത്താവിനെ വിശ്വസിച്ച് അവന്റെ കൂടെ ഇറങ്ങിയാൽ മതി. അവിടെ വചനപ്രതിജ്ഞ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നു. സ്വർഗരാജ്യത്തിന് ഓഹരിക്കാരായി അവന്റെ രക്തം നമ്മളെ മാറ്റും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ ആ കരമൊന്ന് വീശി ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സ്തോത്രം. അപ്പൊ ദാസ്യത്വത്തിൽ നിന്നുള്ള വിടുതൽ യേശുവിൽ കൂടാ എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഞാന് കഴിഞ്ഞിടയ്ക്ക് പ്രസംഗിച്ചപ്പോ എവിടോ എന്നെ കർത്താവ് ഇങ്ങനെ ചിന്തിപ്പിച്ചൊരു ഭാഗം ഒന്ന് പറയാം. ഒന്നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ രോഗത്തെക്കാൾ മാരകമാണെന്ത്? പാപം. ഒരു വീട്ടിൽ 2 പേര് താമസിച്ചു. ഒരുത്തൻ പാപിയും മറ്റവൻ രോഗിയും, അല്ലേ? 2 പേര് താമസിച്ചു. ഒരുത്തൻ പാപി, മറ്റവൻ രോഗി. ആരാ പാപി? ധനവാൻ. രോഗി ആരാ? ലാസർ. ധനവാനെ കുറിച്ചൊക്കെ ഞാൻ പലയിടത്തും പറയാറുണ്ട് കേട്ടോ. അയ്യോ എന്നെ മനുഷ്യനായി മനുഷ്യൻ എന്നുള്ളതാണ് നമുക്കൊക്കെ ഒരു വെല്ലുവിളിയായി. മനുഷ്യൻ ഈ ധനവാൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ എന്തോ ഒരു വെല്ലുവിളി. പേരില്ലെങ്കിൽ സ്റ്റാറ്റസ് ഉണ്ട്, പണക്കാരൻ. നമുക്കൊരു വെല്ലുവിളിയാ. ഞാനിത് പറയാം. ദിനം പ്രതി ആഡംബരപൂർവ്വം താമസിക്കുന്ന ആൾ, പട്ട് ധരിക്കുന്ന മനുഷ്യൻ, ദിവസവും എല്ലാ ദിവസവും ധരിക്കും. അപ്പൊ നമ്മുടെ അമ്മച്ചിമാർ അങ്ങനല്ല, ആകെ 10 പട്ടേ ഉള്ളൂ. കല്യാണത്തിന് പോകുമ്പോഴേ സാധാരണ ധരിക്കാറുള്ളൂ, എല്ലാ ദിവസവും പട്ട് ധരിക്കാറില്ല. പക്ഷേ ഈ മനുഷ്യൻ അങ്ങനല്ല, എവരിഡേ പട്ട്, ധൂമ്രവസ്ത്രം, നല്ല മനുഷ്യൻ. ഞാൻ ചിന്തിക്കുന്നു, ഏലപ്പാറ പാസ്റ്റർക്ക് ഇല്ലാത്ത ഒത്തിരി ക്വാളിറ്റി ഉള്ള ആളാ ഈ ധനവാൻ. എനിക്കില്ലാത്തെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. അതിനകത്ത് ഒരു ക്വാളിറ്റി, നായ്ക്കൽ വന്ന് വ്രണം നക്കുന്ന ഒരു രോഗിക്ക് മരണം വരെ കിടക്കാൻ സിറ്റ് ഔട്ട് കൊടുത്ത ആളാ. ഞാൻ കൊടുക്കത്തില്ല. ഞാനാണ് പെട്ടെന്ന് ഗാന്ധി ഭവനെ വിളിക്കും, അല്ലെങ്കിൽ ആശ്വാസ ഭവനെ വിളിക്കും. കാര്യം കർത്താവ് എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ തന്ന വീടാണെങ്കിലും രോഗിയെ മരണം വരെ കിടത്താനുള്ള ആത്മീയതയൊന്നും നിങ്ങൾക്കതുകൊണ്ട് എനിക്കതുകൊണ്ടെന്ന് തോന്നുന്നില്ല. പിള്ളേര് വന്ന് ചവിട്ടി വാഷ് ബേസിനും വാഷ്റൂമും സിറ്റ് ഔട്ടും ചെളിയാക്കുമെന്നൊക്കെ പറഞ്ഞ് കോട്ടേജ് മീറ്റിംഗ് പോലും വീട്ടിൽ വെക്കാത്ത താരങ്ങളാണ് നമ്മൾ. അച്ഛൻ മരണം വരെ കിടക്കാൻ സിറ്റ് ഔട്ട് കൊടുത്ത പഠിപ്പുര. ചാലഞ്ചിങ് അല്ല ഈ മനുഷ്യൻ? ആണോ? ആണെന്നേ, ചാലഞ്ചിങ് ആയ മനുഷ്യൻ. ഇനി 2, മരണം വരെ ഫുഡ് കൊടുത്തു. ഏത് ഫുഡ്? മേശയിൽ നിന്ന് വീഴുന്ന ഫുഡ്. കിച്ചണിലെ ആണോ? അല്ല, കിച്ചണിൽ പല ടൈപ്പ് ഉണ്ട്, എല്ലാം മേശപ്പുറത്ത് വരണമെന്നില്ല. അപ്പൊ മേശപ്പുറത്ത് വന്ന ഫുഡ് മീൻസ് സെയിം ഫുഡ്. ഇയാളെ ചില്ലി ചിക്കൻ ആണെങ്കിൽ ലാസറിന് ചില്ലി ചിക്കൻ, ഇയാൾക്ക് ബട്ടർ ചിക്കൻ ആണെങ്കിൽ ലാസറിന് ബട്ടർ ചിക്കൻ. സെയിം ഫുഡ്, ക്വാണ്ടിറ്റി എനിക്ക് അറിയത്തില്ല. 2 പ്ലേറ്റ് കൊടുത്തോന്ന് അറിയത്തില്ല, 3 പ്ലേറ്റ് എനിക്കറിയില്ല, പക്ഷെ ക്വാളിറ്റി സെയിം. ഇവിടെ നോക്കിയേ, അവിടെ നമുക്ക് ചാലഞ്ചിങ് ആണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ എല്ലാവർക്കും കൊടുക്കത്തില്ല. മക്കൾക്ക് കൊടുക്കും,
ഭാര്യയ്ക്ക് കൊടുക്കും. അമ്മയ്ക്ക് കൊടുക്കുമോ അറിയത്തില്ല, അമ്മയ്ക്ക് കൊടുക്കുമോ എന്ന് അറിയത്തില്ല. പ്ലേറ്റ് പോലും വ്യത്യാസമാണ്. അച്ഛൻ്റെ പ്ലേറ്റ് അല്ല അമ്മമ്മയുടെ പ്ലേറ്റ്, അമ്മമ്മയുടെ പ്ലേറ്റ് അല്ല മക്കളുടെ പ്ലേറ്റ്. ഈ ടൈപ്പ് പ്ലേറ്റ് ഒന്നുമല്ല അമ്മച്ചിയുടെ പ്ലേറ്റ്. നിങ്ങൾ മിണ്ടുന്നില്ല കേട്ടോ, നിങ്ങൾ മിണ്ടുന്നില്ല കേട്ടോ. അല്ല, അതെനിക്കൊരു സന്തോഷം ഉളവാക്കുന്നുണ്ട്. ഈ മിണ്ടാത്തതിന്റെ പിന്നിലെ രഹസ്യം എനിക്കറിയാം. എനിക്കതൊരു സന്തോഷം ഉളവാക്കുന്നുണ്ട്. കൊച്ചു പിച്ചടച്ച് മേശപ്പുറത്തിരുന്ന് 80 സ്വത്രം വെറൈറ്റീസ് ഉള്ള ഫുഡ് കഴിക്കുമോ അതിന്റെ അടുത്തോട് 2 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും 85 വയസ്സുള്ള അമ്മച്ചി സഞ്ചരിക്കും. ഇന്ന് തീർക്കല്ലേടാ, ഞാൻ ഉണ്ടെന്ന് അറിയിക്കാന്. സ്തോത്രം. അമ്മ എവിടെ പോയിരിക്കെ, അമ്മയ്ക്ക് അവിടെ എത്തിക്കോളും. സ്തോത്രം. തിന്ന് കഴിച്ചിട്ട് അമ്മയുടെ പ്ലേറ്റിൽ അല്പം ചോറും ശകലം ചാറും മാത്രം കൊടുക്കുന്നവരാണ് കൂടുതൽ പേര്. വിധിക്കുകയാണെന്ന് ചിന്തിക്കരുത്. നമുക്കൊരു ചലഞ്ചിങ് ബലവാൻ, നമുക്കൊരു ചലഞ്ചിങ്. അയാളെ മേശന്ന് വീഴുന്ന ഫുഡ് ഇയാൾക്ക് കൊടുത്തു. നിങ്ങൾ വീണ്ടുന്നില്ല കേട്ടോ. ഈ റിയാലിറ്റി ഉണ്ട്. റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. റിയാലിറ്റി അതുണ്ട്, അത് ഗൗരവമാണ്. ഇനി ഇയാളുടെ മൂന്നാമത്തെ ചലഞ്ചിങ് നേച്ചർ. അസംഗതമാണ് നേച്ചർ. 2-3 സഹോദരന്മാരുണ്ട് ഇയാൾക്ക്. അയ്യോ, എനിക്കിത് പിടികിട്ടില്ല. ഈ മനുഷ്യൻ ഒറ്റ പ്രാവശ്യം പോലും പറഞ്ഞില്ലടാ ഒരു 10 ദിവസം നോക്കാവോടെ ലാസ്റ്ററിന്, ഒരു 10 days ഞങ്ങളൊരു പിക്നിക്കിന് പോയിട്ട് വരട്ടെ, കുമരകം വരെ ഒന്ന് പോയി ഒന്ന് കറങ്ങിയിട്ട് വരുന്നത് വരെ ഒരു 10 ദിവസം നിന്നോ. 4 ബ്രദേഴ്സ് ഉണ്ടല്ലോ, ഈ പുള്ളി മിണ്ടിയില്ലല്ലോ. അവിടെയും നമുക്കൊരു ചലഞ്ചിങ്. സ്വന്തം അമ്മയെ നോക്കുന്ന വിഷയത്തിൽ നമ്മൾ വിഷയമാ. നിന്റെ അല്ലയോടാ അമ്മ നോക്കണ 10 ദിവസം, നിന്റെ അല്ലയോട് ഈ മമ്മി നോക്കണി 10 ദിവസം. സ്വന്തം അമ്മേനെ നോക്കാൻ ബാർഗൈൻ ചെയ്യുന്ന നമുക്കൊരു വെല്ലുവിളിയാണ് ഈ ധനവാൻ. സ്തോത്രം, സ്തോത്രം. ഇങ്ങോട്ട് നോക്കേ, എന്റെ വിഷമം പറയാൻ കേട്ടോ. വ്യക്തിപരമായി പല ക്വാളിഫിക്കേഷനും ക്വാളിറ്റിയും ഉള്ള ഈ മനുഷ്യൻ ചെന്നെത്തിയ സ്ഥലം യാതനാ സ്ഥലമാണെങ്കിൽ 100 വർഷം ആഘോഷിക്കുന്ന എന്റെ ചോദ്യം, നമ്മുടെ ചോദ്യം, എവിടെ ചെന്ന് നിൽക്കുകയാന്ത്യം ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം. വ്യക്തിപരമായി പല യോഗ്യതകളുണ്ടായിരുന്നെങ്കിലും ആള് മരിച്ചപ്പോൾ പോയത് നേരെ നരകത്തിൽ, യാതനാ സ്ഥലത്ത്. ഇയാളെ മരിച്ചിട്ടും ഇയാളുടെ സ്വഭാവ ഗുണം വിട്ടില്ല. ഇപ്പൊ ചോദിച്ചു, ലാസർ അല്ലയോ? ഇങ്ങോട്ട് നോക്കൂ, ലാസർ ഒരു ശകലം വെള്ളം തരാമോ? തരുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അവിടെ മരത്തില്ല. എനിക്ക് അതിനകത്തൊരു സന്തോഷം പറ്റാ. ഞാനേ സാധുവാ, എന്നോട് നിങ്ങൾ വരണം കേട്ടോ, എന്നോട് നിങ്ങൾ വരണം. നായ്ക്കൽ വ്രണം നക്കുന്ന രോഗിയാണ് കിടന്നെന്ന് അറിഞ്ഞിട്ടും അവന്റെ കയ്യിൽ നിന്ന് ഒരു ശകലം വെള്ളം കുടിക്കാൻ ഈ പുള്ളിക്ക് മനസ്സ് വന്നല്ലോ. പാസ്റ്റർ, ഇയാൾക്ക് മനസ്സ് വന്നല്ലോ. ഇവൻ അവിടെ കിടന്നാളോ നായ്ക്കൽ നക്കിയ മനുഷ്യനാ, ഇവന്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട്. ഒപ്പത്തിനൊപ്പം ഉണ്ടല്ലേ നമുക്കൊരു ഇതുള്ളൂ, ഒപ്പത്തിനൊപ്പം ഉണ്ടല്ലേ നമുക്കൊരു സന്തോഷമുള്ളൂ. റിയാലിറ്റിയിലേക്ക് ഇന്ന് രാത്രി ദൈവസഭ കയറി വരണം. ഇതൊരു സാധുവിന്റെ പ്രസംഗമാണ്. പ്രസംഗത്തിന് അപ്പുറത്തിറങ്ങിയാൽ ഏലപ്പാറയ്ക്ക് സംസാരിക്കാൻ അറിയില്ല. പക്ഷെ ഈ വേദിക്ക് അറിയാൻ ഒരാളെയും ഞാൻ ശ്രദ്ധിക്കാറില്ല. കാരണം പരിശുദ്ധാത്മാവാണ് സകലത്തെ നിയന്ത്രിക്കുന്നത്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. അന്നേരം പറഞ്ഞു, വെള്ളം തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാമോ ചോദിച്ചാൽ, അതെന്തുവാ? എന്നാൽ പിന്നെ ഈ പുള്ളിക്കാരനെ ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വിടാമോ? പക്ഷേ അതെന്തിനാ? എനിക്ക് 3-4 ബ്രദേഴ്സ് ഉണ്ട്. ഇയാളെ ചെന്ന് പറയുകയാണെങ്കിൽ അവർ അങ്ങോട്ട് പൊക്കോളും, അല്ലെങ്കിൽ അവന്മാരോട് ഇങ്ങോട്ട് എന്ത് ചെയ്യും വരും. പാസ്റ്ററെ, ചത്തിട്ടും പുള്ളിക്ക് സഹോദര സ്നേഹം ഉണ്ടല്ലോ. അയ്യോ, എന്നോട് നിങ്ങൾ വരുന്നുണ്ടോ ഉണ്ടോന്നോ ഇല്ലെന്നോ? എന്നോട് നിങ്ങൾ വരുന്നുണ്ടോന്നോ ഇല്ലെന്നോ? യാതനാ സ്ഥലത്ത് ചെന്നിട്ടും ഇയാൾക്ക് സഹോദര സ്നേഹം ഉണ്ടല്ലോ. ഇല്ലേ? നീ ആ വിഷയത്തിൽ അടിമത്തത്തിലാണ്. നിന്റെ പേരൻസിനെ നോക്കുന്നില്ലേ? നീ സ്നേഹത്തിന്റെ അടിമയല്ല, കോപത്തിന്റെ അടിമയാ. ഈ രാത്രി പുത്രൻ നിനക്ക് സ്വാതന്ത്ര്യം വരുത്തിയേ പറ്റൂ. പല വൈദ്യന്മാരാൽ ഏറിയോ എന്ന് സഹിച്ചിട്ട് സൗഖ്യമാകാത്തൊരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. 1/2 മണിക്കൂർ എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആ സ്ത്രീയെ കുറിച്ച് പറഞ്ഞാൽ മതി. പല വൈദ്യന്മാരുടെ പുറകെ പോയിട്ട് സൗഖ്യമാകാത്ത സ്ത്രീ യേശു തൊട്ടപ്പോൾ സൗഖ്യമായ ബ്രദറെ, യേശു തൊട്ടപ്പോൾ വിടുതൽ പ്രാപിച്ചു. അതൊരു ചെറിയ പ്രസംഗമൊന്നുമല്ല. പക്ഷെ 45 മിനിറ്റ് കൊണ്ടുപോകാൻ ഏലപ്പാറ പാസ്റ്റർക്ക് അത് മതി. സ്തോത്രം. മുടന്തനെ കുറിച്ച് പറഞ്ഞില്ലയോ? സ്തോത്രം. കുരുടനെ കുറിച്ച് പറഞ്ഞില്ലയോ? വേണമെങ്കിൽ ഡെലിവറൻസ് എന്ന വിഷയത്തെ എടുത്തുകൊണ്ട് സ്വാതന്ത്ര്യമായി കണക്ട് ചെയ്ത് 40 മിനിറ്റ് പറയാം. എനിക്ക് മനസ്സില്ല. എന്റെ പ്രാർത്ഥന മുറി തമ്പുരാൻ സംസാരിച്ചു. പാപത്തിൽ നിന്നും ഒരു മോചനം പ്രാപിക്കുകയാണ് ഏറ്റവും വലിയ കാര്യം. ഇന്ന് രാത്രി അതിനാഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ രാത്രി അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്നോട് പറഞ്ഞ സമയം തീരാൻ ഇനി കേവലം ഒരൊറ്റ മിനിറ്റേ ഉള്ളൂ. ആ 1 മിനിറ്റ് കൊണ്ട് യോഗം ഞാൻ പ്രസംഗം അവസാനിപ്പിക്കാം. ഒരു നിമിഷം. ഇന്ന് രാത്രി മാറ്റത്തിന് ആഗ്രഹിക്കുന്ന ദൈവമക്കളുണ്ടോ? അഭിഷിക്തന്മാരുണ്ടോ? ഈ രാത്രി കർത്താവിനെ ഒരുമിച്ച് ഒന്ന് സ്തുതിക്ക്. ദൈവത്തിന്റെ ദാസനാണോ കോപത്തിന്റെ ദാസനാണോ? ദൈവരാജ്യ പ്രവേശനം സാധ്യമാകുന്നില്ലെങ്കിൽ ഏലപ്പാറയുടെ പ്രസംഗം വ്യർത്ഥമാണ്. ദൈവരാജ്യ പ്രവേശനം സാധ്യമാകുന്നില്ലെങ്കിൽ ശുശ്രൂഷ വ്യർത്ഥമാണ്. വിശ്വസ്തനം തന്നെ നമ്മളെ ആക്കിയ തമ്പുരാന്റെ മുമ്പിൽ ഇന്ന് രാത്രി സമർപ്പിക്കാൻ മനസ്സുള്ള എത്ര ദൈവമക്കളുണ്ട്, എത്ര അഭിഷക്തരുണ്ട്? അല്പനിമിഷങ്ങളെ കണ്ണുകളെ ഒന്നടച്ച് അതരങ്ങളെ തുറന്ന് ഒന്ന് സ്തോത്രം ചെയ്ത് കരമടിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ കരമൊന്ന് അടിച്ചു പറ, കർത്താവേ ഈ രാത്രി നിന്റെ അഭിഷേകത്തെ പകരണമേ.
ഹല്ലേലൂയ. നിങ്ങൾ കാര്യം അടിക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് സന്തോഷത്തിന് വേണ്ടി അടിക്കരുത് കേട്ടോ. സ്തോത്ര സ്തോത്രം. ഇല്ലില്ല, ഇതിനൊക്കെ റിസൾട്ട് നൽകുന്നത് തമ്പുരാനാണ്. ഏമൻ, തമ്പുരാനല്ലേ റിസൾട്ട് പറയേണ്ടത്. ഏമൻ, സ്തോത്രം. ഒരാളല്ല, ഒരു പ്രസ്ഥാനമല്ല, വ്യക്തികളല്ല, സമൂഹമല്ല, സോഷ്യൽ മീഡിയ അല്ല, പിന്നെ റിസൾട്ട് പറയുന്ന ആയതുകൊണ്ട് എനിക്ക് നോ പ്രോബ്ലം. ഇന്ന് രാത്രി കരമടിക്കുന്നെങ്കിൽ ഒരു ജയത്തിനായി കരമടിക്ക്. നീ ആരാധിക്കുന്നെങ്കിൽ ജയത്തിനായി ആരാധിക്ക്. നീ സ്തോത്രം പറയുന്നെങ്കിൽ ഒരു വിടുതലായി ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്ക്. കരങ്ങളെ തട്ടി ഒരുമിച്ച് കർത്താവിനെ ഇന്ന് രാത്രി ആരാധിച്ചേ. അഭിഷേകത്തോടെ ആരാധിച്ചേ. അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചേ. ഒരു വലിയ പ്രീതത്തിന്റെ വർഷമായി, ഒരു വലിയ ജയത്തിന്റെ വർഷമായി. താങ്ക് യു ജീസസ്. ഒരു നിമിഷം ഒന്ന് എഴുന്നേക്കാമോ? പോകാൻ വേണ്ടിയിട്ടല്ല, ഒന്ന് എഴുന്നേറ്റാട്ടെ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റാട്ടെ. പ്ലീസ് എവരിബഡി ക്ലോസ് യുവർ ഐസ്. പ്ലീസ് എവരിബഡി ക്ലോസ് യുവർ ഐസ്. പ്ലീസ് എവരിബഡി ക്ലോസ് യുവർ ഐസ്. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു വൈൻഡപ്പ് ചെയ്യും. ഇതെന്റെ ഹാർട്ടാണ്, ഇതെന്റെ ഉള്ളമാണ്. ഈ പ്രാർത്ഥനയും മെസ്സേജും എന്റെ ഹൃദയമാണ്. അപകട നിലയിലാണ് പലരും നിൽക്കുന്നത്. ഇല്ലില്ല, ലേബല് കൊണ്ട് നാം എത്തത്തില്ല. അബ്രഹാമിന്റെ സന്തതി എന്ന ലേബല് കൊണ്ട് സ്വർഗരാജ്യ പ്രവേശനം സാധ്യമാകത്തില്ല. പാപത്തിൽ നിന്നൊരു മോചനം കിട്ടി സ്വാതന്ത്ര്യം പ്രാപിച്ചേ പറ്റൂ. ഈ രാത്രി നമുക്കൊന്ന് സമർപ്പിക്കാം. കാര്യങ്ങൾ ഉയർത്തിക്കേ. ഒരുമിച്ച് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. എന്നീ ഞാൻ എന്തെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ സ്തോത്രം ചെയ്യാൻ നിൽക്കാതെ ഒരു നിമിഷം ആ കണ്ണുകൾ ഒന്നടച്ച് ഒന്ന് ഇറുക്കി അടച്ചേ. ഒരു 2 മിനിറ്റ് ആ കണ്ണുകൾ ഇറുക്കി അടച്ചേ. പ്ലീസ് ഇറുക്കി ഒന്നടച്ചേ, കണ്ണൊന്ന് ഇറുക്കി അടച്ചേ. ഹല്ലേലൂയ. നീ ഇന്ന് ദൈവവുമായി മാത്രമുള്ള ബന്ധത്തിൽ ഒരുമിച്ച് ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ്, ഈ കൺവെൻഷനിൽ എന്റെ റേഞ്ച് ഒന്ന് മാറ്റണമേ, എന്റെ കെട്ടൊന്ന് പൊട്ടിക്കണമേ, എന്റെ അടിമ മുഖത്തെ തകർക്കണമേ. ഞാൻ എവിടെയാ കുടുങ്ങിപ്പോയത്? പാരമ്പര്യത്തിൽ കുടുങ്ങിയോ? ഞാൻ പണത്തിനകത്ത് കുടുങ്ങിയോ? ഞാൻ ബന്ധങ്ങളിൽ കുടുങ്ങിയോ? ഈ രാത്രി എന്നെ ഒന്ന് പുറത്തെത്തിക്കണേ. ഉന്നത ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യും. ഈ ജനത്തിന് വേണ്ടി ഞാൻ എന്റെ ഉള്ളം തുറന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ മനസ്സ് തുറന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സ്റ്റേറ്റ് ഓവർസിയറെ അനുഗ്രഹിക്കുന്നു. എന്റെ മനസ്സ് തുറന്ന് ഞാൻ ബ്ലസ് ചെയ്യുന്നു. കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. കൂടെയുള്ള സകലരെയും അനുഗ്രഹിക്കുന്നു. അഭിഷക്തരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നേ. അപ്പ ജനസമൂഹത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നേ. കർത്താവേ, ദൈവരാജ്യ പ്രവേശനത്തിന് ഞങ്ങളെ ഒരുക്കണമേ. പാപത്തിന്റെ കെട്ടിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു പാസ്റ്റർ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായിട്ട് എല്ലാ കരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മൾ പ്രാർത്ഥിച്ച ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ഓർപ്പിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരും